വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി വേറൊന്നുമില്ല, ഫുഡ് അടിക്കാൻ പോലാന്ന്. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്, അവളുടെ കല്യാണമാണ് ഡിസംബറിൽ. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഷോപ്പിങ്ങും പിന്നെ മെയിനായിട്ടില്ല നമ്മളെ ലക്ഷ്യം ഫുഡ് അടിയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ അനാമികനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കണ്ണൂരേക്ക്. ചെമ്മിയൊന്നുമില്ല അതിനൊക്കെ 86 റുപ്യ. ഫിഷ് ഫ്രൈ പിടി കോഴിക്കറി. पिड़ी आएगा और कोई करी सेपरेट आएगा. वो एक ही करी सेपरेट आता है. नहीं पिड़ी हम काट रहे हैं ना. वो एक ले लो. कैसा है ये क्या है भैया? रोटी का चिकन स्टू. तो इसका है वो सेपरेट आता है. अच्छा ठीक है. ഇതാണ് പിടി. ഇത് പിടി, ഇത് കോഴി. पिड़कोड़ी परोठा बोला था ना, आ गया. ठीक रख दो भैया. താങ്ക്സ് ബൈ. ഇതെന്നാ? അയക്കൂറ. അയക്കൂറ, ചെമ്മീൻ റോസ്റ്റ്, പിടിക്കോഴി, ചെമ്മീൻ കുറവായില്ല. ഇത് പിടി. ചിക്കൻ സ്റ്റൂ, പിടിക്കോഴി. അപ്പം, പത്തല്, പൊറോട്ടയിൽ. ഇത് കൊള്ളാട്ടോ. കൊള്ളാം. ചിക്കൻ സ്റ്റൂ. എനിക്ക് കുറച്ച് ചിക്കൻ സ്റ്റൂ ഒരു എൻ്റെ സൈഡിൽ. അതെടാ ഉമ്മയ്ക്കൊരു പിടി. ചിക്കൻ കറി ആരാ പറഞ്ഞേ? ചിക്കൻ കറിയും പിടിയും ഉണ്ട്. ഇതിലെന്നാ സ്റ്റൂ എല്ലാം? ഇത് എന്നാ സാധനം? പിടി. പിടി എന്നാ? ചിക്കനാ? പൊറോട്ട ഇങ്ങനെ പുതിർത്ത് സെറ്റാക്കിയിട്ട് കിട്ടലും സാധനം കഴിച്ചു. ഇതെന്നാ സാധനം എന്ന് പറഞ്ഞു? പിടി. പിടി എന്ന്? ആ പിടി അത് ഇതിൽ കൊടുത്ത് കഴിക്കണ്ടേ? ചിക്കനാ? ഇത് കഴിക്കാം. ഇത് എടുത്തിട്ട് വരും. ഇത് കിട്ടലും സാധനം കഴിച്ചു. ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി പറഞ്ഞത്. ഉള്ളിലത്തെ ചിക്കൻ സ്റ്റൂ, പൊറോട്ടയും. സ്റ്റൈൽ. ഗ്രേവി എടുത്തോ ഭയ്യ. ഗ്രേവി സ്റ്റൂ, ഫിഷ് ചിക്കൻ കറി, പ്രോൺ. ഇവിടുത്തെ ചിക്കൻ സ്റ്റൂവിൻ്റെ ബിഗ് ഫാനായാണ്. അതും പൊറോട്ടയും. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം കിട്ടില്ലായിരുന്നു. മുന്നേക്കൊരു പൊടി. ഞാനിവിടുത്തെ ഉച്ചക്കത്തെ ഫുഡിനെക്കാട്ടിലും ഞാൻ ക്രേവ് ചെയ്ത് വലിയ കാര്യമൊന്നുമില്ല. വലിയ കാര്യമൊന്നുമില്ല. നീ എൻ്റെ ചെമ്മീൻ എടുത്തേ. ഞാൻ എടുത്തിട്ടാ. അടിക്കോ നീ? കൊല്ലുവോ? ആയതറാ മീൻ കറിയാ? ഇങ്ങനെയുണ്ട്. കൊള്ളാം. ആയക്കൂറ ഒരു മീനാണ്. അപ്പം അപ്പത്തിൻ്റെ അപ്പം ചിക്കൻ സ്റ്റൂ, ചിക്കൻ കറി, ഒരു ചെമ്മീൻ, പൊറോട്ട. കിട്ടണല്ലേ? എടാ വേറെ കുറച്ച് ചിക്കൻ കറി വയ്ക്കുമോ സൈഡിൽ? എനിക്കറിയാം. കുറച്ച് കറി വെച്ചു. കുറച്ച് ഗ്രേവി. ഗ്രേവി അത്രയേ ഉള്ളൂ, കട്ട് ചെയ്താണ്. പിടി തീർക്കണേ. തിക്ക് ഗ്രേവി. പൊറോട്ട പിടീൻ്റെ പേര് അത് അതൊരു പിടി ഇട്ടാണ് നോക്കട്ടെ. പിടിനോട് കഴിക്കും. ആ കുറച്ച് മതി. തേങ്ങാപ്പാലിട്ട് പിടിയണം. അതെ. പിടി ഈസ് ആക്ച്വലി മെയ്ഡ് ഫോർ ഐറ്റം
ചിക്കനല്ലേ അരി കൊണ്ട് ഞാൻ പിടി അങ്ങനെ കഴിക്കില്ല, ഫസ്റ്റ് ടൈം വന്നു. ഞാനായിട്ടാ അരി അരി ഒരു ചായ എനിക്ക് വേണം. 3 ചായ ഹോർലിക്സ് ഉണ്ടോ? നോർമൽ ചായ ഹോർലിക്സിന്റെ ബൂസ്റ്റിന്റെ ചായ എനിക്ക് ഹോർലിക്സ്. ചായ ചായ 2 ചായ ഒരു ഹോർലിക്സ്. യെസ്. പിടി കൊള്ളാം കഴിച്ചു. പിടി വെറുങ്ങനെ കഴിച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ല. സ്മൂത്ത് സാധനം. മറ്റേ അരിൻ്റെ നമ്മൾ ഇരുന്നേ മറ്റേ പത്തിരിലാക്കുന്ന ആ സെയിം സാധനത്തിനെ കൊണ്ട് ആണല്ലേ, കൊള്ളാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം അയക്കുന്നത് പത്തിരി ഇത്. എന്നെ പിടിച്ചു guys. ഇതിന് എന്താ കഴിക്കുന്നത്? ഞാൻ പൊറോട്ടയും കുറച്ച് മീൻ ഗ്രേവിയും കുറച്ച് സ്റ്റൂവിൻ്റെ ഗ്രേവിയും കുറച്ച് മീൻ കറീൻ്റെ മേലെ കഴിക്കൂടാ. ഒരു പീസ് കൂടെ തരുമോ? ഇല്ല നമുക്ക് ഓർഡർ ചെയ്യാമോ? ഒരു ചെമ്മീൻ തരാം. മതി മതി മതി, വയറുവേദന എടുക്കും. ആയിക്കോട്ടെ. നമുക്ക് എടുക്കാം. കുറച്ചുകൂടെ അടുത്തില്ലേ? മീൻ ഗ്രേവിയും കൂട്ടി പൊറോട്ട കൊടുത്തു. ഒരു ചെറിയ പീസാടാ. നീ എന്നെ വീട്ടിൽ കയറ്റാല്ലേ ഉച്ചക്ക് കഴിക്കാത്തല്ലേ നീ? എനിക്കും കിട്ടിയിട്ടില്ലല്ലോ. അത് ഈ പിറ്റേ ദിവസം കഴിച്ചില്ലേ? ആ. നല്ല പുളിയിട്ട മീൻ കറി. മീൻ എടുക്കുന്ന പോലെ ഒരു അവൻ എന്നെ ആക്കുമ്പോൾ ഞാൻ തരാന്ന് പറഞ്ഞാൽ നീ എടുത്തല്ലോ. സേഫ് അല്ല. സായക്കുറന്ന് ചെറിയ വെച്ച് ടേസ്റ്റ് ഉണ്ട്. കൊടുത്താ പോരെയായിരുന്നു. നമ്മൾ ചെറിയ പീസ് കൊടുത്താൽ പോരെ. ചെമ്മീൻ ആൾക്കുമില്ല. ഇന്ന് സ്റ്റൂവിൻ്റെ ഗ്രേവി കിട്ടുക അതിനല്ലേ? ഒരു കറിവേപ്പില തന്നിന്റെ പാത്രം. അടിപൊളി, നല്ല ഫ്രൈ. കഴിഞ്ഞ വർഷം വന്നിരുന്ന ഇത് വാങ്ങിയില്ലേ? വാങ്ങിനോ? അയക്കൂറ വാങ്ങിനോ കഴിഞ്ഞ വർഷം? ഇല്ലല്ലോ. എനിക്ക് ഓർമ്മയില്ല. വേറെന്തോ മീനാ വാങ്ങിയത്. അയക്കൂറ ഉണ്ടായില്ല. കയ്യില. അല്ല ഞാൻ ഏതാ ടേസ്റ്റ് ചെയ്യില്ലേ? ഞാൻ ചെമ്മീൻ ടേസ്റ്റ് ആട്ടെ. സോറി, ഇത് കുറഞ്ഞല്ല കുറേ. എൻ്റെ ചെമ്മീൻ മോസ്റ്റ് ഗൈസ്. ഈ കറിക്ക് ഉപ്പില്ല. ചിക്കൻ നഷ്ടമാണെങ്കിൽ ഇതൊന്നും വെച്ചത്. ചിക്കൻ നഷ്ടമാണോ? ഒഴിച്ചോ ഒഴിച്ചോ. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു ഈ കറിക്കല്ലേ? ചെമ്മീൻ ഫ്രൈക്ക്. എൻ്റെ ടേസ്റ്റ് ബഡ്സിൻ്റെ ആണെന്നല്ല, കുറച്ചും കൂടി ഉപ്പ് വേണം. സ്റ്റൂവിൽ കുറച്ച് ഗ്രേവി വരുമ്പോൾ ചോദിച്ചോ. വരും. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അടിപൊളി. എല്ലാം പടപടാ തീരുന്നു കഴിച്ചു. ഞാൻ ബ്ലോഗ് എടുക്കുന്നുണ്ട്, ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല. ഭയങ്കര വിശപ്പ്. ജീവൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഫുഡ്? നല്ല വിടറാ. നമ്മള് സ്ഥിരം ഇനി പുതിയ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. കഴിക്കട്ടെ, എനിക്കൊന്നും കിട്ടൂല. എനിക്ക് ഇരുന്ന് എടുക്കാല്ലേ, നമ്മള് ഇരുന്ന് എടുക്കാല്ലേ. നമ്മളില്ല ഓക്ക് വേണ്ട, ഇവനെയാണ് ഓക്ക് വേണ്ട, അച്ഛന് ഓക്ക് വേണ്ട പറഞ്ഞു. ഇത് നമുക്ക് അത് നമ്മളപ്പോ ഞാൻ എടുക്കുന്നില്ല. ആയിക്കോട്ടെ. ഞാൻ ചിലപ്പോ ഒരു പീസ് ഇത് എടുക്കും. നീ ഒരു എന്തുകൊണ്ടായിക്കോട്ടെ. പക്ഷെ നീ ഇപ്പൊ വെറുതെ ഇത്രയും നേരം തരാണ്ട് ഇപ്പൊ തന്നെ നിനക്ക് നിന്റെയില് നിനക്ക് നമ്മളെല്ലാം എടുക്കാല്ലേ? തിർല നിന്റെ ഉടായിപ്പല്ലേ നമുക്കറിയാം. ഗൈസ്, നമ്മ ഇതെല്ലാം ഞാൻ ഇവൻ പണ്ടേ അയക്കൂറ ഓർഡർ ചെയ്തില്ലേ? പത്താം ക്ലാസ്സിൽ. അവൻ ചെമ്മീൻ അധികം കഴിക്കില്ല. എന്നിട്ട് നമ്മ ചെമ്മീനും അവൻ അയക്കൂറ ഓർഡർ ചെയ്തു. അവൻ്റെ അയക്കൂറ ചെയ്തൊരു പീസ് വയ്ക്കുമ്പോൾ തരുന്നില്ല. എന്നിട്ട് ഇപ്പൊ നമ്മള് പുതിയ അയക്കൂർ ഓർഡർ ചെയ്തപ്പം ഓന്റെ പീസ് നമുക്ക് തന്നു. എന്നാ നമ്മളേൽ എടുക്കാനാ. വെറും കള്ളനാണ്. അവനൊരു പീസ് വെച്ച് തന്നില്ല ഗൈസ്. ഇതിപ്പോൾ അവസാനം ഓർഡർ ചെയ്ത ഒരു പീസ് തന്നു. വെറും കള്ളനവൻ. ഞാൻ ഓർഡർ ചെയ്ത അയക്കൂറ വന്നിട്ട് കാണിച്ചത്. അങ്ങനെ പൊറോട്ടയും യെസ്, അങ്ങനെ അയക്കൂറ ഫ്രൈ. അത് നമ്മൾ പൊറോട്ടയും ചെമ്മീനും പിടിക്കാം. അവിടെ മാറ്റി വെച്ചോ. പൊറോട്ടയും ചെമ്മീൻ. പീസ് എടുത്തിട്ടില്ല, എടുത്തിട്ടില്ല. ഞാൻ തന്ന പീസൊക്കെ കിട്ടണം. നീ കടണ്ട. ഞാൻ തന്ന പീസം കിട്ടണം. പിന്നെ നിന്റെ അന്നിനെ ഞാൻ കിട്ടണം. ഇടത്ത് കൈകൊണ്ടാ അവൻ തന്ന പീസ് ഒന്ന് വേണമെങ്കിൽ അയക്കൂറേൻ്റെ നമ്മൾ ഓർഡർ തരില്ല. അയക്കൂറ കളൻ. ഞാൻ ഒരു ചെറുപ്പം ഉണ്ടായിരുന്നു.
പൊറോട്ടയും ചെമ്മീനും കൊള്ളാം കേട്ടോ. വെറുങ്ങനായിട്ട് അത് ഫ്രൈ ചെയ്ത മസാലയും. അതെന്താ ആ ആ മസാലയോ? ഇല്ല മസാല കൂട്ടി കഴിക്കണം. നീ വേണം പീസ് എടുത്ത് കഴിച്ചോ. വേണ്ട സ്റ്റാർട്ട് ചെയ്ത് വരുന്നല്ലോ. ഞാൻ എൻ്റെ അടുത്തുണ്ട്. ശല്യത്തിനെ കൊണ്ട് കൊള്ളാം കഴിച്ചു കൊള്ളാം. ഓ തന്നേന്റെ ഡബിൾ പീസ് എടുത്തിട്ടുണ്ട്. എന്നാലും ഓ തന്ന പീസിനെക്കാട്ടിലും എക്സ്ട്രാ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. ഇവരെപ്പം എപ്പോൾ ഫുഡ് കഴിക്കാൻ തലപ്പോൾ കോമഡിയാണ്. അതിനേക്കാൾ കല്യ റോളി ഇതിൻ്റെ ചെമ്മീൻ ഇരുന്നതിനകത്ത് കേട്ടോ. കൈപ്പിലെ മീനല്ലേ? ഇതാ 2 ചെമ്മീൻ ഉണച്ചി കറി കുറച്ച് പോറും ബാക്കി ഓക്കെ. ആ ചേച്ചി ലാസ്റ്റ് ചെമ്മീനും കൂടി. നീ എന്താ ചെമ്മീൻ കഴിക്കാത്ത? ചെമ്മീൻ എപ്പം ഗോറ്റ് ഫേവറേറ്റ് എൻ്റെ റൈസ്. മിനിയാന്ന് ഇവിടെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് പറയുമ്പം ചോറുണ്ടോ എന്ന് വിചാരം. നമ്മളോട് ചോറൊന്നുമില്ല കഴിക്കാത്തില്ല. ഫിഷ് ഫ്രൈ ഷെയർ ചെയ്യുന്നില്ല. അതാ സംഭവം. എന്നിട്ടാണെങ്കിൽ അപ്പോഴത്തേക്ക് ഇവിടെ അച്ഛൻ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുമില്ല. ഫിഷ് ഫ്രൈ ചെയ്തിട്ടുമില്ല. ഇൻസ്റ്റന്റ് കർവ. കാരണം പണ്ടത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല കഴിച്ചു. ഇവിടുത്തെ സ്റ്റൂ അടിപൊളി കഴിച്ചു. എല്ലാം കഴിഞ്ഞു. നിങ്ങൾ ഹോർലിക്സും കൂടി ഉണ്ട്. അതും കൂടി കഴിച്ചിട്ട് വേണം വൈൻഡപ്പ് ചെയ്യാൻ. ഇതാണ് യുദ്ധം കഴിഞ്ഞ ഹോർലിക്സ് കഴിച്ച് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് തണിഞ്ഞു പോയി. Cheers. ബൈ ബൈ. ഗൈസ് ഫുഡ് കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു. സ്റ്റൂ ആണ് മെയിൻ, എൻ്റെ ഫേവറേറ്റ് സ്റ്റൂ. പിന്നെ ഐക്കൂർ ഫ്രൈ എങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ? കുഴപ്പമില്ല. പിന്നെ പിടി കൊള്ളാം കേട്ടോ. ചിക്കൻ കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായി. എൻ്റെ ഇത് പറയുന്ന കേട്ടോ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റൂ തന്നെ. പിന്നെ പിടി കൊള്ളാം. ലൈക്ക് അരിയുണ്ട പോലത്തെ സാധനം വേവിച്ചിട്ട് പിന്നെ തേങ്ങാപ്പാലിട്ടിട്ട് സാധനം കൊള്ളാം. പക്ഷേ ആ ചിക്കൻ കറി അത്ര എനിക്ക് ഇഷ്ടമായിട്ട്. പക്ഷെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇഷ്ടമായിട്ട് അത്ര. അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. അല്ലാണ്ട് നമുക്ക് പൊറോട്ടൻ്റെ ഉള്ളിലും കഴിക്കുമ്പം അത്ര ഇല്ല. പക്ഷെ ആ സ്റ്റൂ കഴിച്ചുകൊണ്ടായിരിക്കണം. പക്ഷെ ആ സ്റ്റൂവിൻ്റെ ഇതന്നെ ഭയങ്കരമായിട്ട് വരുന്നു. ലൈക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ പോകും ബാക്കി എല്ലാ കറിയിലും. ഓവറോൾ നല്ല അടിപൊളി തന്നെ, കുഴപ്പമൊന്നുമില്ല. ഹോർലിക്സ് നല്ല രസമുണ്ടായി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കുറച്ച് പരിപാടീസിലുണ്ട്. നമ്മളെ കല്യാണത്തിന് നേരത്തെ പറഞ്ഞിട്ട് കല്യാണത്തിന് കുറച്ച് ഷോപ്പിംഗ്സിലുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം അടുത്ത ഫുഡ് അടി. അത് നമ്മൾ അന്ന് പ്ലാൻ ചെയ്യുന്നത് ആഫയാണോ? അർഫ. അർഫ നമ്മൾ കല്ലുമ്മക്കായി ബിരിയാണി കഴിച്ചിട്ട് പറഞ്ഞതാ. ഓക്കെ കമോൺ ഗൈസ്. അപ്പം നമ്മൾ ഗോൾഡൻ കപ്പിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അനുവിന് ആഭരണങ്ങൾ അല്ല, എന്നാന്ന് പറയല്, ഫാൻസി റെന്റൽ ജ്വല്ലറി നോക്കാം. പുറത്തേക്ക് എടുക്കണം ഇത് രണ്ടും. ഗൈസ് ഇവിടെ വൺ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഗോൾഡൻ കപ്പിൻ്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഇവളുടെ വെഡ്ഡിങ് കാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ അവിടെ പോയിട്ട് അതും കൂടി കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. അങ്ങനെ നമ്മളെ കല്ലുമ്മക്കായി ബിരിയാണി കഴിക്കേണ്ട പരിപാടി ഫ്ലോപ്പായി. കാരണം അവിടെ 1 മണിക്ക് മുന്നെങ്കിലും എത്തണം. നമ്മൾ ഇവിടുന്ന് കാർഡിൻ്റെ പരിപാടിയും പിന്നെ ജ്വല്ലറി സെലക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കന്നെ ടൈം കുറയായി. ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് പയ്യന്നൂരിന്ന്
വൈകുന്നേരം ജുജുന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാന്ന് വെച്ചു. അതാണ് പ്ലാൻ. ഗൈസ് അങ്ങനെ കണ്ണൂരിൽ നിന്ന് പൈനൂരെത്തി. പൈനൂർ ജുജുവിൽ കയറിയിട്ടുണ്ട്. ജുജുവിൽ ഒരു ചിക്കൻ പട്ടിയാല, പിന്നെ ബീഫ് പൊറോട്ട, പിന്നെ ചിക്കൻ ചില്ലി, പിന്നെ ഒരു കേരള പൊറോട്ടയും മനസ്സിലായി. വന്നിട്ട് കാണിച്ചു തരാം. ബീഫ് പൊറോട്ട, ചിക്കൻ പട്ടിയാല ഗൈസ്, ചില്ലി ചിക്കൻ പൊറോട്ട, നല്ലൊരു ബീഫ് പൊറോട്ട. ഇല്ലടാ പൊട്ടിച്ചു. ചിക്കൻ പീസ് ഇതുണ്ടോടാ ഇപ്പുറത്ത്? അത് വേറെ കഷ്ണം, വേറെ ഗ്രേവിയാ? വേണ്ട. കുറച്ചുകൂടി ചിക്കൻ വേണ്ടിയില്ലേ? എടുത്തോ. ചിക്കൻ പട്ടിയാള എങ്ങനെ ഉണ്ടോ? പട്ടിയാളുണ്ട്. നല്ല ചിരിച്ചിക്കാൻ കണ്ടോ? നോക്കാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല. ചിരിച്ചിട്ടുണ്ട്. എഗ് ഓംപ്ലേറ്റും ബീഫ് പൊറോട്ടയും. ചിരിച്ചിക്കാൻ വേണോ? രസമുണ്ട്, നല്ല രസമുണ്ട്. ഇപ്പോഴല്ലേ ചില്ലി ചിക്കൻ ഉണ്ട്. ചിക്കൻ പട്ടി ഓട്ടോ ചില്ലി കൊണ്ട് സൂപ്പറാ. ആ പീസില്ല. ഇതെന്താ സാധനം? ഇതിൻ്റെ മേലെ ഉണ്ടായ കറീൻ്റെ ഓമനുള്ളത് വേറെ ഗ്രേവി പോലെ. ഇത് വേറെ ഗ്രേവി സൈഡ്. അതെയാ? അപ്പുറത്തെ സൈഡ് ഗ്രേവി നോക്കാം. പൊറോട്ട ആണോ? ഇത് വേറെ ഗ്രേവിയാ കേസ്. മസാല കുറച്ചും കൂടി സ്വീറ്റാണ്. ഇത് സ്വീറ്റ്, ഇത് കുറച്ച് സ്പൈസിയാണ്. ഇഷ്ടമായി ഫുഡ്? ചില്ലി ചിക്കൻ്റെ പീസാണോ ഇതിൻ്റെ പീസാണോ? കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചില്ലി ചിക്കൻ്റെ ഒരു പീസോ? പീസാ അങ്ങനെ കേൾക്കട്ടാ. ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാവും? ഓക്കെ. ഫ്ലോപ്പായിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. കൊള്ളാം. ഇപ്പം ലൈം എങ്ങനെ ഉണ്ട്? കൊള്ളാം, നല്ലല്ലേ? ലൈം എങ്ങനെ ഉണ്ടാനോ? ഭയങ്കര തണുപ്പ്. എനിക്ക് തണുപ്പ് വേണ്ടെന്ന് പറഞ്ഞാൽ പറയാറില്ലേ? എനിക്ക് കൂടുതലല്ലേ. ഒരു മിന്റ് ലൈം വാങ്ങിയിട്ടുണ്ട്. ഗ്ലാസ് വ്യത്യാസമല്ലേ? കൊള്ളാം ഗൈസ്. മിന്റ് കുറച്ച് കൂടി പോയോ എന്ന് ഡൗട്ട്. മിന്റ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടികളും തീർന്നു. ഇനി മിന്റ് ലൈം കുടിച്ച് ഫിനിഷിംഗ് ഓഫ് ദ വ്ളോഗ്. See you in the next vlog. Bye bye.